ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി രേണുസുധിയുടെ ക്യാൻസറിന്റെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടത്തിയ ആ ഒരു യൂട്യൂബറെ രേണുസുധിയുടെ മാനേജറായിട്ടുള്ള കരീഷ്മ കണ്ടെത്തി എന്നൊരു വാർത്ത പുറത്തേക്ക് വരികയാണ്. രേണുസുധിയുടെ പേരിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുമെന്നും അത് എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും കരീഷ്മ ആവശ്യപ്പെട്ട ചാറ്റുകൾ സഹിതമാണ് പുറത്തേക്ക് വന്നത്. എന്തായാലും ഈ ഒരു പ്രസ്തുത യൂട്യൂബർ അതിനിടയിൽ ഒരു അതിബുദ്ധി കാണിച്ചു. രേണുസുധിക്ക് നമ്മളുടെ ആരുടെയും പണം ആവശ്യമില്ല, ആരും അവരെ സഹായിക്കരുത്, കാരണം അവരെ സഹായിക്കാണ്ട് മന്ത്രിമാരുൾപ്പെടെ രംഗത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും രേണുസുധിനെ സഹായിക്കരുതെന്നാണ് ഈ ഒരു യൂട്യൂബർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, രേണുസുധി എവിടെയെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം നിങ്ങൾ തന്ന് സഹായിക്കണമെന്ന് ഈ പബ്ലിക്കിനോട് രേണു വന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തത് നിങ്ങളാണ്. അവസാനം അത് കേസ് കൊടുക്കുമെന്ന് രേണുവിന്റെ മാനേജർ കരീഷ്മ വന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തത്. തെളിവുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സജീനയുടെ ചാനലിൽ ഇന്ന് വന്ന വീഡിയോ, ആ വീഡിയോയ്ക്കകത്ത് ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ സ്ക്രീൻഷോട്ട് ഒന്ന് സൂം ചെയ്തെടുത്തു. അതിനകത്ത് കരീഷ്മയുടെ ചാറ്റാണുള്ളത്. രേണുവിന്റെ പേരിൽ ക്യാഷ് ചോദിക്കാൻ ആര് പെർമിഷൻ തന്നു? ഇത് ഞങ്ങൾ നിയമപരമായി നേരിടും. വെയിറ്റ് കേട്ടോ, ഡിലീറ്റ് ആക്കിക്കോ ആ വീഡിയോ. ഇവിടുന്ന് ഓക്കെ പോയിട്ടുണ്ട്, കരീഷ്മയുടെ ഭാഗത്തു നിന്നും ഓക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം വോയിസ് ചാറ്റാണ്. ഈ ഒരു വോയിസ് ചാറ്റാണ് നമ്മുടെ യൂട്യൂബർ പുറത്തേക്ക് വിട്ടിട്ട് പറഞ്ഞത് രേണുസുധീനെ സഹായിക്കാൻ മന്ത്രിമാർ വരെയുണ്ട്, അതുകൊണ്ട് നമ്മൾ ആരും 10 രൂപ ക്യാഷ് രേണുസുധിക്ക് നൽകരുത് എന്ന്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന ഓഡിയോ ക്ലിപ്പുകൾ നമുക്ക് 1 by 1 ആയിട്ട് കേൾക്കാം. ഏൽപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ നോക്കാൻ അവരുടെ വീട്ടുകാരുണ്ട്, പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഞാനുണ്ട്, പിന്നെ അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങളോട് പറഞ്ഞോ അവർക്ക് ഇങ്ങനത്തെ സഹായം ചെയ്യാനെന്ന്? നാളെ രാവിലെ എന്താണെങ്കിലും ഇതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കാം. എന്നോട് പറഞ്ഞു, എനിക്ക് ആരെയൊന്നും അറിയത്ത് പോലും ഇല്ല. കാരണം പൈസ പിരിക്കുന്നതിനും ഇതൊന്നും രേണുവിന്റെ കൺസേൺ ഇല്ലാതെ ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളോട് ആര് പറഞ്ഞു? ഔദ്യോഗികമായിട്ട് പറയാതെ നിങ്ങളോട് ആരെങ്കിലും ഏർപ്പാട് ചെയ്തായിരുന്നു അയ്യോ രേണുസുധിയുടെ പേരിൽ? അങ്ങനെ ഡയറക്റ്റ് അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഞാനാണെങ്കിലും ഞങ്ങൾ വീഡിയോ ചെയ്തതിനല്ലോ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞു. പൈസ പിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി ഉൾപ്പെടെ നല്ല അടിപൊളി കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട്. അവർക്ക് വരുമാനത്തിന് അവർ യൂട്യൂബ് ചാനൽ ഈ വയ്യാത്ത സ്ഥിതിയിലും അവരെ റൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ അടുത്തറിയാവുന്നവർ പേഴ്സണലി അവരെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ത്രൂ സഹായിക്കുന്നുണ്ട്. ഈ 100 രൂപയ്ക്കും 10 രൂപയ്ക്കും വീഡിയോ ഇട്ട് അവരെ അപമാനിക്കാൻ ശ്രമിച്ചവർ ആരാണെന്ന് അവർ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ മറ്റേ പുള്ളിക്കാരന്റെ കോൺടാക്ട് നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ഞാനൊന്ന് വിളിക്കട്ടെ. ചുമ്മാതെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് അവരെ സ്നേഹിക്കുകയോ സഹായിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നല്ല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ പൈസ പിരിക്കുന്ന കാര്യം പറയാൻ? താൻ എവിടെ പോകുന്നതോ അത് തന്റെ പേഴ്സണൽ കാര്യം. ഇപ്പൊ തന്റെ പേര് ഞാൻ ചെന്ന നാളെ ഞാൻ എന്റെ ചാനലിൽ ഞാൻ എന്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോ ഇടാം, തനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, എല്ലാവരും കൂടെ ഒരു കാര്യം തന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അങ്ങോട്ട് ഇടട്ടെ. അറ്റ്ലീസ്റ്റ് ഞാൻ നിങ്ങളോട് നോർമലി സംസാരിച്ച കാര്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒന്നും നിൽക്കാത്ത ഞാൻ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ചെന്ന് ഇതേപോലെ നിന്ന് അല്ലെ ഏർണിങ്സ് ഉണ്ടാക്കാനോ അല്ലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഇൻകം മേടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയോ അല്ല ഞാൻ നിങ്ങൾ എൻ്റെ സുഹൃത്തും ഞാൻ നോക്കുന്ന. അപ്പൊ ഇവിടെ തൊട്ട് രേണുസുധിയുടെ മാനേജറായിട്ടുള്ള കരീഷ്മ ഈ ഒരു യൂട്യൂബർക്ക് അയച്ച ഓഡിയോ ഇയാൾ ലീക്ക് ഔട്ട് ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ട് കരീഷ്മ അയച്ചിരിക്കുന്ന ഓഡിയോസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഏറ്റവും അവസാനം ഈ പറയുന്ന യൂട്യൂബർ ഈ കരീഷ്മയ്ക്ക് അയച്ചിരിക്കുന്ന കുറച്ച് വോയിസ് മെസ്സേജുകളും കൂടി ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അൽത്തു വ്ലോഗ് ആണ് ആള്. ഈ പറയുന്ന വ്യക്തി ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, രേണുസുധി ഒരു മനുഷ്യരോടും വന്ന് ചോദിച്ചിട്ടില്ല അവർക്ക് 10 രൂപയുടെ സഹായം വേണമെന്ന്. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി അയാള് രേണുവിനെ കണ്ടന്റ് ആക്കി ചെയ്ത വീഡിയോയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ റവന്യൂവിന്റെ ഒരു വിഹിതമാണ് കൊണ്ട് കൊടുത്തത്, അല്ലാതെ അദ്ദേഹം പണപ്പിരിവ് നടത്തിയല്ല കൊണ്ട് കൊടുത്തത്. അൽത്തുവിന് രേണുവിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അൽത്തു രേണുവിനെ കണ്ടന്റ് ആക്കി ചെയ്ത വീഡിയോയിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കുകയായിരുന്നെങ്കിൽ അതിനകത്ത് ലോജിക് ഉണ്ടായിരുന്നു. രേണുവിന്റെ അറിവോ സമ്മതവും ഇല്ലാതെ അവരുടെ പേരിൽ പണപ്പിരിവ് നടത്തുവാണ്ട് നിങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. സോ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇവരുടെ ഗൂഗിൾ പേ നമ്പർ ആയിട്ട് പബ്ലിഷ് ചെയ്തു എന്നൊക്കെയാണ് കരീഷ്മ ആരോപിക്കുന്നത്. എന്തായാലും എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഞാൻ താങ്കളുടെ ചാനൽ കാണാറില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഡോക്ടർ സൗമ്യ സരിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അവിടെ നിങ്ങളെക്കുറിച്ച് വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽ ഒരു തവണ പെടുകയുണ്ടായി. അന്ന് തൊട്ട് ഞാൻ നിങ്ങളെ അൺഫോളോ ചെയ്തിരിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു പോസ്റ്റ് സൗമ്യ സരിന് ഇടാനിടയായിട്ടുള്ള സാഹചര്യം അത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്ന് പരിശോധിച്ചാണ്. അവര് 24 ന്യൂസിന് കൊടുത്ത ഒരു
ടെലിഫോൺ മുഖാന്തരം കൊടുത്ത ഒരു ഇന്റർവ്യൂ പോലുള്ള ഒരു സംഭവം. അതിനകത്ത് സൗമ്യ സെലിൻ പറഞ്ഞിരിക്കുന്ന വോയിസ് കട്ട് ചെയ്ത് നിങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. സോ അതോടുകൂടി തന്നെ ഞാൻ നിങ്ങളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. പിന്നീട് നിങ്ങളുടെ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ കാണാറില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും അവിചാരിതമായിട്ട് എനിക്ക് നിങ്ങളുടെ ആ ചാനലിനകത്ത് വന്ന കരീഷ്മയുടെ വോയിസ് അടങ്ങുന്ന ആ ഒരു വീഡിയോ അത് കിട്ടി. അങ്ങനെ ഞാനത് കണ്ടു. പക്ഷെ എനിക്കത് റിയാക്ട് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വന്നിരിക്കുന്ന ചാറ്റുകളും മറ്റു കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. ദയവ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കരീഷ്മ വിളിച്ച് കേസ് കൊടുക്കുമെന്നും മറ്റും പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉൾട്ടയടിച്ച് രേണുസുതിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യുന്നത്. അല്ല അകത്തു രേണുസുതിക്ക് ക്യാൻസർ ആണ് എന്ന് രേണുസുതി വന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ വളരെയധികം സെന്റിമെന്റലായിട്ട് അൽത്തു വീഡിയോ ചെയ്തിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. എന്നാലും അതൊക്കെ താങ്കളുടെ ഇഷ്ടം, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല. താങ്കളും യൂട്യൂബറാണ്, ഞാനും യൂട്യൂബറാണ്. അപ്പോൾ എനിക്കറിയാം ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള കഷ്ടപ്പാട്. എന്നെ കണ്ടുപിടിക്ക്, ഞാൻ രേണുവിനെ വിമർശിച്ചും ചെയ്യാറുണ്ട്, അനുകൂലിച്ചും ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന എന്തൊരു കണ്ടന്റ് ആണെങ്കിലും ഞാൻ എടുത്തു വെച്ച് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രേണുവിനെ കുറിച്ചുള്ള ആണെങ്കിലും ആരെ കുറിച്ചുള്ള ആണെങ്കിലും. അപ്പോൾ ബാക്കി നമുക്ക് കേട്ടു നോക്കാം. എൻ്റെ കാര്യം നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുള്ളത് കൊണ്ട് തന്നെ അന്ന് ഞാൻ അങ്ങനെ ഒരു ഇൻസിഡന്റ് കണ്ടപ്പോൾ നിങ്ങളെ നോർമലി ഞാൻ വിളിച്ച് സംസാരിച്ചു. സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ അല്ലെങ്കിൽ ഇരുന്ന് ഇതേപോലെ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതം എടുത്ത് പിച്ച് ചിന്തി വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളും അല്ല, എന്തായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. എന്തോ ഒരു മോശമായ കാര്യമാണ് കാണിച്ചത്. എന്റെ പെർമിഷൻ ഇല്ലാതെ അല്ലെ സോഷ്യൽ മീഡിയ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ഇതായിട്ട് നിൽക്കുന്ന അല്ലെ സോഷ്യൽ മീഡിയയിൽ ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ ആ വോയിസ് ഒക്കെ എടുത്തിട്ട് ലോകം മൊത്തം കേൾപ്പിക്കുക. നിങ്ങൾക്കൊക്കെ വരുമാനം, ഒരു ചെറുപ്പക്കാരനല്ലേ, എന്തെല്ലാം കണ്ടന്റ് നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടം പോലെ കണ്ടന്റ് ശ്രമിച്ചാൽ കിട്ടുമല്ലോ. ഇതൊക്കെയാണോ നിങ്ങളുടെ കണ്ടന്റ്സ്? എനിക്ക് തന്നോട് ഒന്നും സംസാരിക്കാനില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് നാളെ ആ വോയിസ് എടുത്തിട്ട് ഇതേപോലെ, അത് രേണുവിന്റെ പേഴ്സണൽ കാര്യമല്ലേ, ആവശ്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരുന്ന സമയത്ത് നിങ്ങളെ പോലെ എല്ലാ ബ്ലോഗേഴ്സിനും ഒരുപാട് പേര് അതിനെ കൊണ്ട് പൈസ ഉണ്ടാക്കി, ഒരുപാട് അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതും എടുത്തിട്ട് അതിന്റെ കുടുംബകാര്യം അതിനെ വ്യക്തിഹത്യ ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിച്ചില്ലേ. ഇപ്പൊ ആ കൊച്ചൊരു വല്ലാത്തൊരു ലൈഫിലൂടെ പോവാണ്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിനെ സ്നേഹിക്കുന്ന ഞങ്ങളും വീട്ടുകാരും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് നിൽക്കും. ആ സമയത്തും അതിനെ എടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അലക്കിയിട്ട് വേണോ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ? മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? അതാണ് എന്റെ ചോദ്യം. ഞാനിപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. നമുക്കിതിനൊന്നും സമയമില്ല. നമുക്ക് നേരമ്പളത്തൊക്കെ ജോലിയും വേലയൊക്കെ ഉള്ളതാണ്, മനസ്സിലായോ? അല്ലാതെ ചുമ്മാതെ മറ്റുള്ളവരുടെ പച്ചയിറച്ചിയും തിന്ന് മറ്റുള്ളവരുടെ കുടുംബത്തെ ചൊറിഞ്ഞു കയറി നിങ്ങളുടെ ഭാവനയിലുള്ള കഥയും വിരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കപ്പിച്ച പൈസയും മേടിച്ച് നാട്ടുകാർ തന്തയ്ക്ക് വിളി കേൾക്കുന്ന ജോലിയൊന്നുമല്ല ഞങ്ങളുടേത്. പിന്നെ ഇതിനകത്ത് നീ പറഞ്ഞേക്കുന്നത് ഫുള്ള് കള്ളവാ. നീ പബ്ലിക്കായിട്ട് പുള്ളിക്കാരുടെ ഗൂഗിൾ പേ നമ്പർ ഇട്ട് നിങ്ങളെല്ലാം പറ്റുന്ന രീതി സഹായിക്കണമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും നീ എന്തുദ്ദേശത്തോടാണ് അത് ഇട്ടതെന്നുള്ളത്. അല്ല നീ രേണുവിനെതിരായിട്ട് പറഞ്ഞ കണ്ടന്റ് വെച്ചിട്ട് കിട്ടിയ ഏണിങ്സ് ഒന്നും കൊടുക്കാൻ നീ എവിടെയും പരാമർശിച്ചിട്ടില്ല. എന്റെ കയ്യിലുണ്ടല്ലോ നീ ഇൻസ്റ്റയിൽ എനിക്ക് അയച്ച വോയിസസ്. എന്റെ പൊന്നൽത്തു, നിങ്ങൾ ഈ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇട്ട് രേണുവിന് വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ ശ്രമിച്ചിട്ടാണോ ഇപ്പോൾ രേണുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? എന്ത് പറ്റി? രേണുവിന്റെ മാനേജർ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതിനകത്ത് പേടിച്ചിട്ടാണോ? അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തിലാണോ ഇപ്പോൾ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നത്? കഷ്ടം തന്നെ, സമ്മതിക്കണം കേട്ടോ തന്നെയൊക്കെ. ഇമാതിരി കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളെ പോലുള്ള കുറെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഈ വരുമാനം ഉണ്ടാക്കി കഴിക്കാൻ ഒരു ഉളുപ്പില്ലയോ എന്ന് ആലോചിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും നിൽക്കുന്നതല്ല. എന്റെ വോയിസ് ഒക്കെ എടുത്തിട്ട് ലോകം മൊത്തം പബ്ലിക്കാക്കി. ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ നീ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അതിനകത്ത് ഇടയ്ക്കുന്നുള്ള കുറെ ഓഡിയോസ് മാത്രം നീ എടുത്ത് പബ്ലിക് ആക്കിയിരിക്കുന്നു. വീട്ടിലേക്ക് കുറെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്താ വീഡിയോസ് ഒന്നും ചെയ്യാത്തതല്ലേ? ഈ ബ്ലോഗർമാരോട് എല്ലാവരോടും ഉള്ള ചോദ്യം, നിങ്ങൾക്ക് ഒരുപാട് പേഴ്സണൽ, എല്ലാവർക്കും കുറെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളും ഒക്കെ കാണത്തില്ലേ? നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ മറ്റുള്ള പോലെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ ഭാവനയിലുള്ള കാര്യങ്ങളോടൊക്കെ ആഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല? ഈ ആരാന്റെ അമ്മയ്ക്ക് ഇത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേരാന്ന് പറയുമ്പോൾ വല്ലോന്റെ കുടുംബത്തിലിരിക്കുന്ന പെൺപിള്ളാരുടെ വോയിസസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണോ നീയൊക്കെ വരുമാനം ഉണ്ടാക്കുന്നത്? ഇതും കൂടെ എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കി വീഡിയോ ചെയ്യും. ചെല്ല്, ഞാൻ ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹലോ ചേച്ചി, അത് എൻ്റെ അക്കൗണ്ടിൽ മാത്രമാണ് ഞാനത് ഷെയർ ചെയ്തത്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം, ആ ഒരു സ്ക്രീൻഷോട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയണേ. നിങ്ങൾ മാനേജർ അല്ലേ, രേണുവിൻ്റെ എല്ലാ കാര്യം നോക്കുന്ന ഒരാളെന്നാണ് നിങ്ങൾ എന്നോട് വോയിസ് ഇട്ട് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് വല്ലാതെ എല്ലാ സമയവും, അതായത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതും 500 ആവുന്നതും കിച്ചു പൈസ ചോദിക്കുന്നതും പിന്നീട് 600 ആവുന്നതും എല്ലാം 12:20 നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറുപടി തരാം. ഓക്കെ, ഇതിന് മറുപടി വേണമെന്ന് വാശിയൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വോയിസ് ഇട്ടത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് പണപ്പിരിവ് നടത്താൻ ശ്രമിച്ചതെന്നൊക്കെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണല്ലോ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്, ഞാൻ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയങ്ങളിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുക തന്നെയും അവരെ എതിർത്ത് വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷനിൽ അവരെ എതിർത്ത് തന്നെ വീഡിയോ ചെയ്യും. അതിനകത്ത് യാതൊരു മടിയും ഞാൻ കാണിക്കത്തില്ല. പക്ഷേ
അവരുടെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്താൻ ശ്രമിച്ചിട്ട് അവരുടെ മാനേജർ വിളിച്ച് താക്കീത് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഉൾട്ട അടിച്ചിട്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യാണ്ട് എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് നിലവാരമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് താന്നു പോകാണ്ട് എന്നെ കൊണ്ട് സാധിക്കില്ല. സോ ഓക്കെ, ബൈ എന്നാ.